ഇതൊക്കെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1½ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1½ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറു ചൂടായിട്ടുള്ള പാല് ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചെറു ചൂടായിട്ടുള്ള പാല് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പാലിന് പകരം നിങ്ങൾക്ക് ചെറു ചൂടായിട്ടുള്ള വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പാലാകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഇതുപോലെ ഒന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈയെടുക്കാതെ 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു പാകത്തിനുള്ള കൂട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1/2 ടീസ്പൂൺ എണ്ണയാക്കി ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഡബിൾ സൈസ് ആവണം. ഏകദേശം 1½ മണിക്കൂർ ആകുമ്പോഴേക്കും ഡബിൾ സൈസായി കിട്ടും. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് 1 കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെറും തേങ്ങ മാത്രം ഉപയോഗിച്ചും ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൂട്ട് 1½ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡബിൾ സൈസായി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഒരു ഉരുള അല്പം വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിലെ ചെറിയ ഉരുള എടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഒരുപാട് കനം കുറക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം എണ്ണ തടവി ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അടുത്തതും കൂടി ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പരത്തിയെടുത്തതിൻ്റെ മുകളിലേക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അരികുകൾ ഒരല്പം വിട്ടിട്ട് വേണം ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അരികിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഴുവനായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കുക. ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഈസി ആയിട്ട് അവിടെ പറ്റിപ്പിടിച്ച് നിന്നോളും. അതിനുശേഷം ഇത് 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് വീണ്ടും ഒന്നും കൂടെ പൊങ്ങി വരും. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് എഗ് വാഷ് ചെയ്തിട്ടാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് വാഷ് ചെയ്തെടുത്താലും മതിയാകും. അതിൻ്റെ നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓവനൊന്നും ഇല്ലാതെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ടൊരു വലിയ അലുമിനിയം പാത്രത്തിൽ ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തുണി വെച്ച് കവർ ചെയ്ത് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറി വന്നതിന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോഴാണ് ഇത് കറക്റ്റ് സ്പോഞ്ചിയൊക്കെ ആയിട്ട് വരിക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്കറിയിലൊന്നും പോയിട്ട് ആരും വാങ്ങണ്ട. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.